അപ്പോൾ എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടാനുള്ള സ്റ്റഡി ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിനി സ്കൂളിൽ പോയി ആണെന്നുണ്ടെങ്കിൽ ഈവനിങ്ങിലുള്ളതും ഞാൻ ടൈം ടേബിളായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ടിപ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതനുസരിച്ച് പഠിക്കുക. ഷുവറായിട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എനിക്ക് അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ ഒരു ടൈം ടേബിളാണ്. കാര്യം ഇത് ഞാൻ ട്രൈ ചെയ്ത ഒരു ടൈം ടേബിളാണ്. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് എന്തിലും വിജയം നേടാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങളെ പരമാവധി നിങ്ങൾ ചെയ്യുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വിധത്തിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതേ അനുസരിച്ച് നിങ്ങൾ പഠിക്കുക. എന്തായാലും ഫുൾ എ പ്ലസ് നിങ്ങൾക്ക് കിട്ടും. ഇനി പ്ലസ് ടു ആയാലും 10ാം ക്ലാസ് ആയാലും പ്ലസ് 1 ആയാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടൈം ടേബിൾ തന്നെയാണിത്. അപ്പം നിങ്ങളെന്തായാലും പഠിക്കുക. ഇനി 21 ദിവസം കൂടിയുള്ളൂ നമ്മുടെ പബ്ലിക് എക്സാമിന്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് 100% ഫുൾ എ പ്ലസ് കിട്ടുന്ന ഒരു ടൈം ടേബിൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ തന്നിട്ടുള്ളത്. നിങ്ങൾ 50 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് അടിക്കാം. പവർഫുള്ളായിട്ടുള്ളൊരു ടൈം ടേബിൾ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഫുൾ സ്റ്റെപ്പുകളായിട്ട് ഞാൻ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് നിങ്ങൾ പോയി പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇത്ര സമയം ഞാൻ പഠിക്കും എന്നുള്ള ആ ഒരു സംഭവം ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്യാം. പിന്നെ എക്സാം ഹാളിൽ പോകുന്നതിന് മുന്നുള്ള നിങ്ങൾ ജസ്റ്റ് ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലുണ്ട്, ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സാം ഹാളിൽ പോകുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് മറിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഇതാ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. കാര്യം ഇനി പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിലും നമ്മൾ മറിച്ചൊന്നും ചിന്തിക്കരുത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫുൾ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.